വെൽക്കം ബാക്ക് ടു സ്കൂൾ ഷിപ്പ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് SCERT ക്ലാസ് 5 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ദ ഹണി മാംഗോ ട്രീ എന്ന ചാപ്റ്റർ ആണ്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ തേന്മാവ് എന്ന കഥയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ്, പരിഭാഷയാണ് ദ ഹണി മാംഗോ ട്രീ എന്നത്. ഈ കഥയിൽ എഴുത്തുകാരൻ തന്നെയാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നതായി നമ്മൾ കാണുക. അതുകൊണ്ട് എഴുത്തുകാരൻ തന്നെയാണ് നെറേറ്റർ. തന്റെ അയൽക്കാരനായ റഷീദുമായി എഴുത്തുകാരൻ നടത്തുന്ന സംഭാഷണത്തിലൂടെയാണ് കഥ ആരംഭിക്കുന്നത്. നമുക്ക് രസകരമായ സ്റ്റോറിയിലേക്ക് വേഗം തന്നെ കടക്കാം. ദ ഹണി മാംഗോ ട്രീ. You know, this tree has a special place in my heart. Rashid, my neighbor, said to me as we stood under the mango tree. മാവിൻ ചുവട്ടിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ അയൽക്കാരൻ റഷീദ് എന്നോടിങ്ങനെ പറഞ്ഞു, നിങ്ങൾക്കറിയാമോ, ഈ മരത്തിന് എൻ്റെ ഹൃദയത്തിൽ വളരെ സവിശേഷമായൊരു സ്ഥാനമാണുള്ളത്. റഷീദ് പോസ്റ്റ് as his son, a young boy of 16, walked up with a plate of ripe mango slices. ആ സമയത്ത് ഒരു പ്ലേറ്റ് നിറയെ മാമ്പഴ കഷ്ണങ്ങളുമായി റഷീദിന്റെ മകൻ 16 വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ്. അവൻ വരുന്നുണ്ടായിരുന്നു ഇവരുടെ അടുത്തേക്ക്. അതുകൊണ്ട് റഷീദ് താൽക്കാലികമായി ആ സംസാരം അവിടെ നിർത്തി. Did you like the mango? Rashid inquired after I had made a quick feast of it. അപ്പോൾ നമ്മുടെ നറേറ്റർ ഈ മാമ്പഴമെല്ലാം വളരെ പെട്ടെന്ന് തന്നെ അകത്താക്കി കഴിഞ്ഞപ്പോൾ റഷീദ് അദ്ദേഹത്തോട് അന്വേഷിക്കുകയാണ്, Did you like the mango? നിങ്ങൾക്ക് ഈ മാമ്പഴം ഇഷ്ടപ്പെട്ടോ? I like it. It tastes like honey. നമ്മുടെ നറേറ്റർ പറയുകയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു, തേൻ പോലെയാണ് ഈ മാമ്പഴം മധുരിക്കുന്നത്. Did you plant this tree? നിങ്ങളാണോ ഈ മരം നട്ടത്? Not exactly. കൃത്യമായിട്ടല്ല. This mango tree has an interesting story. അപ്പോൾ നമ്മുടെ റഷീദ് പറഞ്ഞു തുടങ്ങിയാണ്, ഈ മരത്തിന്, ഈ മാവിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ രസകരമായ ഒരു സ്റ്റോറി ഉണ്ട്. That is why I said it has a special place in my heart. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ മരത്തിന് എൻ്റെ ഹൃദയത്തിലൊരു പ്രത്യേക സ്ഥാനമുണ്ടെന്ന്. റഷീദ് started telling the story. അങ്ങനെ റഷീദ് ആ കഥ പറഞ്ഞു തുടങ്ങുകയാണ്. It happened long ago. I was a young bachelor. ഇത് കുറെ കാലങ്ങൾക്ക് മുൻപാണ് സംഭവിക്കുന്നത്. അന്ന് ഞാൻ ഒരു ചെറുപ്പക്കാരനായ അവിവാഹിതനായിരുന്നു. I had gone to visit my brother who was a police inspector. പോലീസ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള എൻ്റെ അനിയനെ കാണാനായിട്ട് ഞാൻ പോയതായിരുന്നു. He worked in a small town about 75 miles away from here. ഇവിടെ നിന്ന് ഏകദേശം 75 മൈൽ അകലെയുള്ള ഒരു ചെറിയ പട്ടണത്തിലായിരുന്നു അന്ന് അനിയൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. മൈൽ എന്ന് പറയുന്നത് പണ്ട് കാലത്ത് കിലോമീറ്ററിന് പകരം ദൂരം കണക്കാക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു അളവാണ്. ഇറ്റ് വാസ് എ ഹോട്ട് ഡേ. അത് വലിയ ചൂടുള്ളൊരു ദിവസമായിരുന്നു. റഷീദ് പറയുകയാണ്, ഐ സെറ്റ് ഔട്ട് ഓൺ എ സ്ട്രോൾ ഇൻ ദി ഈവനിങ്. വൈകുന്നേരമായപ്പോൾ ഞാൻ വെറുതെ ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങി. ഐ ഹാഡ് നോട്ട് ഗോൺ ഫാർ വെൻ ഐ സോ എൻ ഓൾഡ് മാൻ ലൈങ് അണ്ടർ എ ട്രീ. ഞാൻ അധിക ദൂരം ഒന്നും നടന്നില്ല, അതിനു മുൻപ് തന്നെ ഒരു മരത്തിന്റെ ചുവട്ടിലായിട്ട് ഒരു വൃദ്ധൻ കിടക്കുന്നത് കണ്ടു. ഹിസ് ബിയർഡ് വാസ് ലോങ് ആൻഡ് ഹിസ് ഹെയർ ഓവർഗ്രോൺ. അദ്ദേഹത്തിന്റെ താടിയൊക്കെ വളരെ നീണ്ടിട്ടും മുടിയാണെങ്കിൽ കാട് പിടിച്ച പോലെ വളർന്നിട്ടുമായിരുന്നു. He looked about 80. അദ്ദേഹത്തിന് ഒരു 80 വയസ്സ് പ്രായം തോന്നിക്കുമായിരുന്നു. As I approached, I heard him groaning in pain. He looked badly ill. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ അദ്ദേഹം വേദന കൊണ്ട് ഞെരുങ്ങുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. വളരെയധികം മോശമായ ഒരു അവസ്ഥയിലാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. Give me some water, son. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മകനെ, എനിക്ക് കുറച്ച് വെള്ളം തരൂ. He said in a hoarse whisper as he saw me. ഒരു പരുക്കൻ ശബ്ദത്തിൽ പതുക്കെയാണ് ഇദ്ദേഹം, മകനെ, എനിക്ക് കുറച്ച് വെള്ളം തരൂ എന്ന് പറഞ്ഞത്. I saw a pretty young woman sitting at the sit out of a house across the road reading a paper. വെള്ളം എവിടെ കിട്ടുമെന്ന രീതിയിൽ ഇദ്ദേഹം ചുറ്റും നോക്കിയ സമയത്ത് റോഡിന് മറുവശത്തുള്ള ഒരു വീട്ടിൽ സുന്ദരിയായ ഒരു യുവതി സിറ്റ് ഔട്ടിലിരുന്ന് പേപ്പർ വായിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു, റഷീദിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഐ ആസ്ക്ഡ് ഹർ ഫോർ സം വാട്ടർ. ആ വീട്ടിൽ ചെന്ന് കുറച്ച് വെള്ളം തരുമോ എന്ന് റഷീദ് ചോദിച്ചു. ഷീ വാസ് പസിൽഡ് ആസ് ഐ സ്റ്റാർട്ടഡ് വാക്കിംഗ് അവേ വിത്ത് എ പിക്ചർ ഓഫ് വാട്ടർ. അങ്ങനെ അവൾ അയാൾക്ക് വെള്ളം കൊടുത്തു. ആ വെള്ളപാത്രവുമായിട്ട് ഇയാള് നടന്നങ്ങന്ന് പോകുന്നത് കണ്ടപ്പോൾ പക്ഷെ അവൾക്ക് സംശയമായി, എന്തിനാണ് ഇയാള് വെള്ളപാത്രവുമായിട്ട് പോകുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്.
ഐ ടോൾ ഹെർ അബൌട്ട് ദി ഓൾഡ് മാൻ. അങ്ങനെ ഇദ്ദേഹം അവളോട് പറഞ്ഞു, ഇങ്ങനെ ഒരു വൃദ്ധനായ മനുഷ്യൻ ഇവിടെയുണ്ട്, അദ്ദേഹം തീരെ വയ്യാതിരിക്കുകയാണ്, അദ്ദേഹത്തിന് വേണ്ടിയാണ് ഈ വെള്ളം എന്ന് പറഞ്ഞു. ഷീ ഗോട്ട് അപ്പ് ആൻഡ് കെയിം വിത്ത് മീ. അപ്പൊ അത് കേട്ട സമയത്ത് അവളും ഇദ്ദേഹത്തിന്റെ കൂടെ ചെന്നു. പിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം സൂക്ഷിക്കാനും എടുക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പാത്രമാണ്, ജഗ് പോലെയൊക്കെയുള്ള ഒരു പാത്രം. When I gave the pitcher of water to the old man, he did something amazing. ഈ യുവതിയോടൊപ്പം വെള്ളവുമായിട്ട് റഷീദ് വൃദ്ധന്റെ അടുത്തെത്തി. അങ്ങനെ വെള്ളം ഇദ്ദേഹത്തിന് കൊടുക്കുന്ന സമയത്ത് ഇദ്ദേഹം പക്ഷേ വ്യത്യസ്തമായൊരു കാര്യം ചെയ്തു എന്നാണ് പറയുന്നത് നമ്മുടെ വൃദ്ധൻ. അത്ഭുതകരമായ ഒരു കാര്യം. ഹി ഗോട്ട് അപ്പ് വിത്ത് ഗ്രേറ്റ് ഡിഫിക്കൽട്ടി. വളരെയധികം ബുദ്ധിമുട്ടി അദ്ദേഹം എഴുന്നേറ്റു. ഇൻസ്റ്റെഡ് ഓഫ് ഡ്രിങ്കിങ് ദ വാട്ടർ, ഹി വോക്ഡ് അപ്പ് ടു എ വിതേഡ് സാപ്ലിംഗ് ഓഫ് എ മാംഗോ ട്രീ. ഇങ്ങനെ ബുദ്ധിമുട്ടി എഴുന്നേറ്റിട്ട് ഈ വൃദ്ധനായ മനുഷ്യൻ ആ വെള്ളം കുടിക്കാതെ ഉണങ്ങിപ്പോയ ഒരു മാവിൻ തൈയുടെ അടുത്തേക്ക് നടന്നുപോയി. ഇറ്റ് ഹാഡ് സ്പ്രൗട്ടഡ് ഫ്രം ദ സീഡ് വിച്ച് ഹാഡ് ബീൻ ത്രോൺ അവേ ബൈ എ വേഫെയറർ. വഴിയാത്രക്കാരനായ ആരോ ഒരാൾ വലിച്ചെറിഞ്ഞ ഒരു മാംഗോ സീഡിൽ നിന്ന് പൊട്ടിമുളച്ചുണ്ടായതായിരുന്നു ഈ ഒരു മാവിൻ തൈ. ദി ഓൾഡ് മാൻ poured half the water on it. പാത്രത്തിലുണ്ടായിരുന്ന പകുതി വെള്ളം ഈ മാവിൻ തൈക്ക് നമ്മുടെ വൃദ്ധൻ ഒഴിച്ചു കൊടുത്തു. He went back to the tree under which he had been resting. അങ്ങനെ ഈ ഒരു തൈച്ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം വൃദ്ധൻ തിരിച്ച് ആ മരത്തിന്റെ ചുവട്ടിലേക്ക് തന്നെ വന്നു. He sat down, drank the water and prayed silently. മരത്തിന്റെ ചുവട്ടിൽ തന്നെ അദ്ദേഹം വീണ്ടും ഇരുന്നു. അതിനുശേഷം വെള്ളം കുടിച്ചു. എന്നിട്ട് നിശബ്ദമായിട്ട് പ്രാർത്ഥിച്ചു. I am Yusuf Siddiq, a fakir. The old man started to speak. ഞാൻ യൂസുഫ് സിദ്ദീഖ്, ഞാനൊരു ഫക്കീറാണ്, ഒരു മുസ്ലിം സന്യാസിയാണ്. The old man started to speak. അങ്ങനെ ഈ വൃദ്ധനായ മനുഷ്യൻ സംസാരിക്കാനായിട്ട് തുടങ്ങി. I have no kith or kin. എനിക്ക് സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒന്നും ഇല്ല. കിത്ത് എന്ന് പറയുന്നത് സുഹൃത്തുക്കളെയും, കിൻ എന്ന് പറയുന്നത് റിലേറ്റീവ്സിനെയും ബന്ധുക്കളെയും സൂചിപ്പിക്കുന്ന പദമാണ്. I have spent most of my time traveling from place to place. എൻ്റെ സമയത്തിൻ്റെ ഭൂരിഭാഗവും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടാണ് ഞാൻ ചിലവഴിച്ചിട്ടുള്ളത്. ഐ എം റഷീദ്. ഐ ഇൻട്രൊഡ്യൂസ്ഡ് മൈസെൽഫ്. അപ്പോൾ റഷീദ് തന്നെ പരിചയപ്പെടുത്തി. ഞാൻ റഷീദ്. ഐ എം എ സ്കൂൾ ടീച്ചർ. ഞാനൊരു സ്കൂൾ ടീച്ചറാണ്. ഐ എം അസ്മ, ദ യങ് വുമൺ സെഡ്. ആ യുവതി പറഞ്ഞു, എൻ്റെ പേര് അസ്മ. ഐ എം എ സ്കൂൾ ടീച്ചർ ടു. ഞാനും ഒരു സ്കൂൾ ടീച്ചറാണ്. ഗോഡ് ബ്ലെസ് യു. നമ്മുടെ ഓൾഡ് മാൻ അവരെ രണ്ടുപേരെയും ബ്ലെസ് ചെയ്തു. ദി ഓൾഡ് മാൻ ലേ ഡൗൺ അഗെയിൻ. ഹി വാസ് ഡൈയിങ്. ഓൾഡ് മാൻ വീണ്ടും ആ മരച്ചുവട്ടിൽ കിടന്നു. അദ്ദേഹം മരിക്കുകയായിരുന്നു. ഹി ബ്രീത്ത് ഹിസ് ലാസ്റ്റ് ആസ് വി വാച്ച്ഡ്. റഷീദും അസ്മയും നോക്കി നിൽക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ അന്ത്യശ്വാസം വലിച്ചു. ഐ വെന്റ് ഹോം ടു ഗെറ്റ് മൈ ബ്രദർ. റഷീദ് അനിയന്റെ അടുത്ത് വന്നതാണല്ലേ. അപ്പൊ അനിയന്റെ അടുത്ത് ചെന്ന് അവനെ കൂട്ടിക്കൊണ്ടുവന്നു. വി ബറിഡ് ഹിം ഇൻ ദ ലോക്കൽ ഗ്രേവ് യാർഡ്. അങ്ങനെ ഈ ഓൾഡ് മാന്റെ മൃതശരീരം ഇവരെല്ലാവരും കൂടി ചേർന്ന് ആ പ്രദേശത്തുള്ള ഒരു ശ്മശാനത്തിൽ സംസ്കരിച്ചു. ഐ ഹാഡ് ഫൗണ്ട് എ സം ഓഫ് 6 rupees ഇൻ ഹിസ് പോക്കറ്റ്. അപ്പോൾ മരിച്ചുപോയ ഈ ഓൾഡ് മാന്റെ പോക്കറ്റിൽ ഒരു 6 രൂപ റഷീദ് കണ്ടെത്തി. അസ്മ ആൻഡ് ഐ പുട്ട് ഇൻ 5 rupees ഈച്ച്. അസ്മയും റഷീദും ഓരോ 5 രൂപ കൂടി അവരവരുടെ കയ്യിൽ നിന്നെടുത്ത് ഈ 6 രൂപയുടെ കൂടെ ഇട്ടു. എന്നിട്ടോ ഐ ബോട്ട് സ്വീറ്റ്സ് ഫോർ ദി എമൗണ്ട്. ആ പൈസ കൊണ്ട് റഷീദ് കുറച്ച് സ്വീറ്റ്സ്, മധുര പലഹാരങ്ങളൊക്കെ വാങ്ങി. ആൻഡ് അസ്മ ഡിസ്ട്രിബ്യൂട്ടഡ് ദം ടു ദ ചിൽഡ്രൻ അറ്റ് ഹർ സ്കൂൾ. എന്നിട്ട് ആ സ്വീറ്റ്സ് അസ്മ അവളുടെ സ്കൂളിലെ കുട്ടികൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, വിതരണം ചെയ്തു. അസ്മ വാട്ടർഡ് ദ സാപ്ലിംഗ് എവറി ഡേ. എല്ലാ ദിവസവും അസ്മ കൃത്യമായിട്ട് ഈ തൈച്ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടേയിരുന്നു. ഇറ്റ് സൂൺ സ്പ്രൗട്ടഡ് ഫ്രഷ് ലീവ്സ്. അങ്ങനെ ഈ തൈച്ചെടിക്ക് പുതിയ ലീവ്സ് ഒക്കെ മുളപൊട്ടി വന്നു. എ ലിറ്റിൽ ലേറ്റർ അസ്മ ആൻഡ് ഐ വർ മാരീഡ്. കുറച്ചു കാലങ്ങൾക്ക് ശേഷം അസ്മയും ഞാനും, അതായത് റഷീദും എന്താണ്, കല്യാണം കഴിച്ചു. When I built this house, ഈ പുതിയ വീട് വെച്ച സമയത്ത് I carefully uprooted the sapling and brought it home. ഈ പുതിയ വീട് വെച്ച സമയത്ത് ആ മരത്തയ്യെ വളരെ ശ്രദ്ധാപൂർവം വേരോടെ തന്നെ പിഴുതെടുത്ത് ഇവിടേക്ക് കൊണ്ടുവന്നു. അസ്മ ആൻഡ് ഐ പ്ലാന്റഡ് ഇറ്റ് ഹിയർ. അങ്ങനെ അസ്മയും ഞാനും അതിനെ ഇവിടെ മുറ്റത്ത് നട്ടു. We watered it regularly and manured it with ash and dung. ഞങ്ങള് പതിവായിട്ട് മരത്തൈക്ക് വെള്ളം ഒഴിച്ചു, അതുപോലെ തന്നെ മാന്യൂർ വളമിട്ട് കൊടുത്തു, അതുപോലെ തന്നെ ആവശ്യമായ ആഷും ഡങ്ങും ചാരവും ചാണകവും ഒക്കെ ഇട്ടുകൊടുത്തു. We added some humus and bone meal later. പിന്നീട് ഞങ്ങള്
ഈ തൈച്ചെടിക്ക് ഹ്യൂമസും ബോൺ മീലും ഒക്കെ ഇട്ടുകൊടുത്തു എന്നാണ് പറയുന്നത്. ഹ്യൂമസ് എന്ന് പറഞ്ഞാൽ ഇലകളും അതുപോലെ തന്നെ ജീവികളുടെ മൃതശരീരവും ഒക്കെ മണ്ണിൽ ജീർണിച്ച് അങ്ങനെ ഉണ്ടാവുന്ന ജൈവ സംയുക്തമാണ്. ബോൺ മീൽ എന്ന് പറഞ്ഞാൽ എല്ലുപൊടി. ഇൻ നോ ടൈം ഇറ്റ് റോസ് ടു ദ സ്കൈ ആൻഡ് സ്പ്രെഡ് ഇറ്റ്സ് കാനപ്പി. ഒരുപാട് സമയമൊന്നും എടുത്തില്ല, വളരെ പെട്ടെന്ന് തന്നെ ഈ തൈച്ചെടി വളർന്ന് ആകാശത്തേക്ക് ഉയർന്നു. എന്നിട്ടോ ഇതിന്റെ മേലാപ്പ് വിടർത്തി നിന്നു. കാനപ്പി അല്ലെങ്കിൽ മേലാപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു മരത്തിന്റെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ അതിന്റെ ശാഖയും ഇലകളും ഒക്കെ ചേർന്ന് ഒരു കുട പോലെ നിൽക്കും അല്ലെ, ഒരു പച്ചക്കുട പോലെ. അതിനെയാണ് നമ്മൾ കാനപ്പി, മേലാപ്പ് എന്നൊക്കെ പറയുന്നത്. And here you are, Rashid smiled pleasantly and put his arms around the tree. അപ്പൊ ഇത്രയും കഥയൊക്കെ പറഞ്ഞതിന് ശേഷം റഷീദ് മരത്തോട് പറയുകയാണ്, അതെ ഇതാ നീ ഇവിടെ എന്ന് പറഞ്ഞ് റഷീദ് ആ മരത്തെ വളരെയധികം സന്തോഷത്തോടെ തൻ്റെ ഇരു കൈകളും കൊണ്ട് കെട്ടിപ്പിടിക്കുകയാണ്. As I turned to go home, Rashid's son called me from behind. അപ്പോൾ നമ്മുടെ നറേറ്റർ വീട്ടിലേക്ക് തിരിച്ചു പോവാനായിട്ട് തുടങ്ങുകയാണ്. ആ സമയത്ത് റഷീദിന്റെ മകൻ അദ്ദേഹത്തെ പുറകിൽ നിന്ന് വിളിച്ചു. He held in his hands some mangoes wrapped in a newspaper. ഒരു പത്രക്കടലാസിൽ പൊതിഞ്ഞ് കുറേയധികം മാങ്ങകൾ അവന്റെ കയ്യിലുണ്ടായിരുന്നു. Mother asked me to give you these. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു നിങ്ങൾക്കിത് തരാനായിട്ട്. I smiled. Thank you son. അപ്പോൾ ഒരു പുഞ്ചിരിയോടെ കുട്ടിക്ക് നന്ദി പറഞ്ഞു നമ്മുടെ നറേറ്റർ. അതിനുശേഷം അദ്ദേഹം ചോദിക്കുകയാണ്, We live next door to each other. നമ്മൾ തൊട്ടടുത്ത് താമസിക്കുകയാണ്. But I still don't know your name. പക്ഷെ എനിക്കിപ്പോഴും നിന്റെ പേര് അറിയില്ല. യൂസുഫ് സിദ്ദീഖ്. കുട്ടി മറുപടി പറയുകയാണ്. എന്താണ് കുട്ടിയുടെ പേര്? യൂസുഫ് സിദ്ദീഖ്. യൂസുഫ് സിദ്ദീഖ്? അപ്പൊ വളരെ അത്ഭുതത്തോടെ നമ്മുടെ നെറേറ്റർ ചോദിക്കുകയാണ്, യൂസുഫ് സിദ്ദീഖോ? യെസ് അങ്കിൾ, യൂസുഫ് സിദ്ദീഖ്. കുട്ടി പറയുകയാണ്, അതെ അങ്കിൾ, യൂസുഫ് സിദ്ദീഖ്. പണ്ട് തങ്ങൾ സഹായിച്ച ആ വൃദ്ധനെ കുറിച്ചുള്ള ഓർമ്മയിൽ റഷീദും അസ്മയും തങ്ങളുടെ മകന് യൂസുഫ് സിദ്ദീഖ് എന്ന് തന്നെയാണ് പേരിട്ടത്. തനിക്ക് വയ്യാതിരിക്കുമ്പോൾ പോലും ഒരു മരത്തൈക്ക് വെള്ളം നൽകാനായിട്ട് അദ്ദേഹം കാണിച്ച സ്നേഹം, അതുപോലെ തന്നെ അസ്മയും റഷീദും കണ്ടുമുട്ടാൻ ഇടയാക്കിയതും ഈ യൂസുഫ് സിദ്ദീഖ് എന്ന് പറയുന്ന ഓൾഡ് മാൻ തന്നെയാണ് അല്ലെ. അപ്പോ എല്ലാ തരത്തിലും അസ്മയുടെയും റഷീദിന്റെയും ലൈഫിലെ പ്രധാനപ്പെട്ട ഒരു പേഴ്സൺ ആണ്, വ്യക്തിയാണ് യൂസുഫ് സിദ്ദീഖ്. അതുകൊണ്ടായിരിക്കണം അവരവരുടെ മകന് ഈ ഒരു പേര് കൊടുത്തത്. സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഹാപ്പി ലേണിംഗ്.